മാന്യ പ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാഹു എന്ന തമോഗ്രഹം അഥവാ ഷാഡോ പ്ലാനറ്റിൻ്റെ 3 നക്ഷത്രങ്ങളിൽ ഒന്നായ തിരുവാതിര നക്ഷത്ര ജാതരുടെ പ്രത്യേക സ്വഭാവ രീതികളെയും 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷകാലത്തെ പൊതുവായ ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നഭസിൽ തീക്കട്ട പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഏക നക്ഷത്രമാണ് തിരുവാതിര അഥവാ ആദ്ര. ശിവനാണ് ദേവത. നക്ഷത്ര ചിഹ്നം കണ്ണുനീർ തുള്ളിയാണ്. മാനുഷഗണത്തിലും സ്ത്രീ നക്ഷത്ര യോനിയിലും പിറക്കുന്ന ഇവരുടെ മൃഗം ശ്വാവും, പക്ഷി ചകോരവും, ജന്മനക്ഷത്ര വൃക്ഷം കരിമരവുമാണ്. പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാനോ ജന്മനക്ഷത്ര വൃക്ഷം വെട്ടാനോ പാടുള്ളതല്ല. ഭാഗ്യാധിപനും നക്ഷത്രാധിപനും ദശാനാഥനും രാഹുഗ്രഹമാണ്. ചോതിയും ചതയവും ആണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ. എല്ലാ തിരുവാതിര നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് രാഹു ദശയിലാണ്. ഗോമേതക രത്നമാണ് ഭാഗ്യരത്നം. ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്രത്തിന്റെ മധ്യത്തിലാവാം എന്ന സങ്കല്പത്തിൽ കണക്കുകൂട്ടിയാൽ 9 വയസ്സ് വരെ രാഹു ദശയും തുടർന്ന് 25 വരെ വ്യാഴദശയും തുടർന്ന് 44 വരെ ശനിദശയും പിന്നീട് 61 വരെ ബുധദശയും തുടർന്ന് 68 വരെ കേതുദശയും പിന്നീട് 88 വരെ ശുക്രദശയും കടന്നു വരുന്നു. ആയുർദോഷം ഇല്ലാത്തവർക്ക് വ്യാഴദശയും ശുക്രദശയും അനുഭവിക്കാനുള്ള യോഗം ഉള്ളതായി കണ്ടുവരുന്നു. ഈ നക്ഷത്ര ജാതരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെ എന്ന് ശ്രദ്ധിക്കാം. ഇവർ ആശ്രിത വത്സലരും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രിയങ്കരരും ആയിരിക്കും. ഇവർ വ്യത്യസ്തമായ തികച്ചും വിഭിന്നമായ ശരീരഘടന ഉള്ളവരായിരിക്കും. കൃശഗാത്രരും മുതൽ ഭീമാകാരമായ ശരീരഘടന ഉള്ളവർ വരെ ഉണ്ടാവും. ഏത് പ്രശ്നമായാലും അവയെക്കുറിച്ച് മനസ്സിലാക്കുകയും വിശദമായി പഠിക്കുകയും ചെയ്ത ശേഷം മാത്രമേ അതിൽ ഇടപെടുകയുള്ളൂ. ക്ഷിപ്രകോപികളായ ഇവരുടെ കോപത്തിന് അല്പായുസ് മാത്രം. ഏത് മേഖലകളിലും ഇവർ ശോഭിക്കുന്നതായി കണ്ടുവരുന്നു. വലിപ്പച്ചെറുപ്പം നോക്കാതെ ഉത്തരവാദിത്തപൂർവ്വം ഏത് പ്രവൃത്തിയും ചെയ്യുന്നതാണ്. വിജ്ഞാനത്തിൻ്റെയും അറിവിനും അനുസൃതമായ പദവികളിൽ ഒന്നും തന്നെ എത്തുന്നതായി കണ്ടുവരുന്നില്ല. സാധാരണ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഭർത്താവിനും പുരുഷന്മാരിൽ അവരുടെ ഭാര്യയ്ക്കുമായിരിക്കും കൂടുതൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഉള്ളതായി തോന്നുന്നു. അന്യരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുവാനും അവരെ കൂടുതലായി ബഹുമാനിക്കുവാനും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബന്ധുത്വം, സഹൃദയം ഇവ കാത്തുസൂക്ഷിക്കാൻ ഇവർ ബഹുമിടുക്കരാണ്. പക്ഷേ നിസ്സാര കാരണം മതി ഇവരുടെ മനസ്സ് ക്ഷതപ്പെടാൻ. പെരുമാറ്റത്തിൽ സരസത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. എപ്പോഴും മനസ്സ് സദാ ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഇവരുടെ രീതികൾ മാറുക എന്ന് ആർക്കും പിടികിട്ടുകയുമില്ല. ഇവർ ഫലിതം പറയുന്നതിൽ പ്രത്യേക തൽപരരാണ്. സദാ സൽക്കാരപ്രിയരായ ഇവർ അന്നദാനം കൊടുക്കാതെ ആരെയും വിടുകയില്ല. പ്രത്യേകിച്ചും ഈ നക്ഷത്രജാതരായ സ്ത്രീജനങ്ങൾ. പൊതുപ്രവർത്തന രംഗങ്ങളിൽ ശോഭിക്കാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട്. എന്നാൽ അതിന് തക്ക ഔന്നിത്യത്തിൽ എത്താൻ കഴിയാറുമില്ല. അഥവാ എത്തിയാലും ദീർഘനാൾ ആ പദവികൾ നിലനിർത്തുവാനും കഴിയുന്നതല്ല. ഇനി 2025 ഒക്ടോബർ 20 ദീപാവലി മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള തിരുവാതിര നക്ഷത്ര ജാതരുടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെ എന്ന് ചിന്തിക്കാം. 2025 ജാനുവരി അവസാന വാരത്തെ അവസാന ദിനങ്ങളിൽ കണ്ടകശനികാലം തുടങ്ങി 10ാം ഭാവത്തിൽ, അതായത് കർമ്മമണ്ഡലത്തിൽ 1.5 വർഷകാലമായി സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ സർവേശ്വരനായ ഗുരുവും പ്രതികൂലനായിരുന്നു. എന്നാൽ ഒക്ടോബർ 18 രാത്രിയിൽ സർവേശ്വരനായ ഗുരു അഥവാ വ്യാഴം ധനസ്ഥാനത്ത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഈ വർഷം ഡിസംബർ 5-ാം തീയതി വരെ നിറയെ അനുഗ്രഹവും സമ്പത്തും നൽകിക്കൊണ്ട് ഈ വർഷത്തെ തന്നെ ദുരിതങ്ങളെല്ലാം മാറ്റിമറിച്ച് സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നു. ഈ 1.5 മാസക്കാലത്ത്, അതായത് 49 ദിനങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന മംഗല്യം സഫലീകൃതമാവുന്നു. വളരെ നാളായി വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്ക് വിവാഹം ഉറപ്പിക്കുന്നതിനോ നടക്കുന്നതിനോ കഴിയുന്നു. അതേപോലെ കേസിലും വേർപിരിയലിൻ്റെ വക്കലിൽ നിന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ വീണ്ടും അനുരഞ്ജനത്തിൻ്റെയും
പുനഃസമാഗമത്തിൻ്റെയും പാതയിൽ വന്നു ചേരുന്നു. ഇതുവരെ പുതിയ കർമ്മലബ്ധി ലഭിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല അവസരങ്ങൾ ഉരുത്തിരിയുന്നു. 2026 ജാനുവരി മധ്യം മുതൽ ശുക്രൻ ഇഷ്ടഭാവമായ മകരം രാശിയിലും പിന്നീട് ഭാഗ്യസ്ഥാനത്തും പിന്നീട് ഉച്ചരാശിയായ മീനത്തിലും സഞ്ചരിക്കുന്നു. മാർച്ച് 25 വരെ. ഈ സമയം ഗൃഹത്തിലേക്ക് ആവശ്യമായ നൂതന ഗൃഹോപകരണങ്ങളും സ്ത്രീകളും വസ്ത്രാഭരണാദികളും രത്നങ്ങളും മറ്റുമുള്ള സന്തോഷങ്ങളും പൂർവീയ സ്വത്തുക്കൾ ലഭിക്കുക വഴിയുള്ള അനുഭവങ്ങളും വന്നു ചേരുന്നു. മാർച്ച് മധ്യം മുതൽ ആദിത്യൻ കർമ്മത്തിലും പിന്നീട് ലാഭസ്ഥാനത്തും മെയ് 14 വരെ നിൽക്കുകയാൽ സ്ഥാനാന്തരപ്രാപ്തി, ഔദ്യോഗിക രംഗത്ത് പ്രമോഷൻ, മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുക, എന്ത് കാര്യത്തിലേർപ്പെട്ടിരുന്നാലും അവയൊക്കെ വിജയിപ്പിക്കുന്നതിനും ശത്രുക്കളുടെ മേൽ വിജയിക്കുന്നതിനും രോഗദുരിതങ്ങൾക്ക് നാശവും സംഭവിക്കുന്നു. 2026 ഏപ്രിൽ 2 മുതൽ സർവലാഭാധിപനും ഭൂമികാരകനും നിയമകാരകനുമായ കുജൻ കർമ്മസ്ഥാനമായ മീനൻ രാശിയിലും തുടർന്ന് മെയ് 11 മുതൽ സർവലാഭസ്ഥാനമായ 11 ഭാവമായ മേടം രാശിയിലും സ്വക്ഷേത്ര ബലവാനായി പ്രവേശിച്ച് ജൂൺ 20 വരെ തൽസ്ഥിതി തുടരുന്നു. ഈ 80 ദിനങ്ങളിൽ, പ്രത്യേകിച്ചും ജൂൺ 1 മുതൽ ജൂൺ 20 വരെയുള്ള ദിനങ്ങളിൽ, ആ 20 ദിവസങ്ങളിൽ സ്വദേശ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും വൻ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. കുജനും വ്യാഴത്തിനും ജനന സമയം മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ മാരകാധിപത്യമോ ഇല്ല എങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ള വൻ തുകകൾ പോലും ലോട്ടറി പോലുള്ള സംരംഭങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം ജഡ്ജിയായി നിയമനം പ്രതീക്ഷിക്കുന്ന നിയമജ്ഞർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. പോലീസ് പട്ടാള ഉദ്യോഗസ്ഥർക്കും പ്രമോഷൻ, നിലവിലുള്ള കേസുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ വിധിയും സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. 2026 ജൂൺ 1 മുതൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ സർവേശ്വരനായ ഗുരു ധനസ്ഥാനമായ കർക്കടകൻ രാശിയിൽ ഗുരു തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. അടുത്ത ഒരു വർഷകാലത്തേക്ക് വീണ്ടും 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ധനസ്ഥാനത്തെ വ്യാഴം നിങ്ങൾക്ക് ധനവും സമ്പത്തും വാരിക്കോരി തരുന്നതിനായി വരുന്നു. ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതും ദീർഘനാളായി പദ്ധതിയിട്ട് നടക്കാതിരുന്നതുമായ എല്ലാ കാര്യങ്ങളും നടന്നേ മതിയാവും. വിദേശത്ത് ഉപരിപഠനത്തിനും കർമ്മലബ്ധിക്കുമായി പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നടക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇതിലും മികച്ചതായി ഒരു വർഷം ഉടനെ വരാനില്ല. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമായി വരുന്ന ഒരു വർഷകാലത്തിനുള്ളിൽ വ്യാഴം നൽകുന്ന ഈ ആനുകൂല്യം ഡിസംബർ 31 വരെയും 2026 ഡിസംബർ 31 വരെയും തുടർന്നും ലഭിക്കുന്നതാണ്. വർഷാരംഭം മുതൽ വർഷാവസാനമായ ഡിസംബർ 31 വരെയും കണ്ടകശനി മാറ്റമില്ലാതെ തുടരുന്നു. ശനിയാഴ്ചകളിൽ നീരാജനം ശാസ്താക്ഷേത്രത്തിൽ തെളിയിക്കുക. വിദേശത്തും മറ്റും കഴിയുന്നവർക്കും, അതായത് അഹിന്ദുക്കൾക്കും മറ്റും, എള്ളുകിഴി മൺചിരാകിൽ ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് ശനിയാഴ്ചകളിൽ തെളിയിക്കാവുന്നതാണ്. മാസത്തിൽ ഒരു ശനിയാഴ്ച ഉപവാസം ഫാസ്റ്റിംഗ് ചെയ്യുകയോ നീലയോ കറുപ്പോ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുകയോ ശനിയാഴ്ചകളിൽ ചെയ്യാവുന്നതാണ്. പക്കപ്പുറനാൾ തോറും ഗണപതി ഹോമം കഴിക്കൽ, എള്ള് ചേർത്ത പലഹാരങ്ങൾ ദാനം ചെയ്യുക തുടങ്ങിയ കർമ്മങ്ങൾ വഴി നിങ്ങളുടെ കണ്ടകശനി ദോഷങ്ങൾക്ക് ശാന്തി നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മുതൽ 5ാം ഭാവാധിപൻ കൂടിയായ ബുധൻ ധനസ്ഥാനത്ത് പ്രവേശിക്കാൻ പുതിയ വാഹനം വാങ്ങുന്നതിനും പഴയ വാഹനം മാറി കുറെ കൂടെ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും കഴിയുന്നതാണ്. സെപ്റ്റംബർ 25 വരെ ഈ അവസ്ഥ തുടരുന്നതാണ്. സെപ്റ്റംബർ 2 മുതൽ പഞ്ചമാധിപനും ഭൗതിക ലൗകിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ ഇഷ്ടഭാവത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 38 ദിനങ്ങൾ തുലാം രാശിയിൽ തുടരുന്നു. തുടർന്ന് ഇഷ്ടഭാവമായ 4ാം ഭാവത്തിൽ ശുക്രൻ വക്രഗതിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് നവംബർ മാസം 22 വരെ വീണ്ടും പഞ്ചമത്തിൽ സ്വക്ഷേത്ര ബലവാനായി പ്രവേശിക്കുന്നു.
ഈ സ്ഥിതി വർഷാവസാനം വരെയും 2026 ഡിസംബർ 31 വരെ നിലനിൽക്കുന്നതാണ്. ചുരുക്കത്തിൽ സെപ്റ്റംബർ 2 തീയതി മുതൽ ഡിസംബർ 31 വരെയുള്ള 4 മാസക്കാലം തിരുവാതിര നക്ഷത്ര ജാതരുടെ 2026 തന്നെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ പറ്റിയ ദിനങ്ങളാവും. സന്താനങ്ങൾക്ക് ഉയർച്ച, ഉദ്യോഗലബ്ധി, തന്മൂലമുള്ള മനസന്തോഷം, ധനലാഭം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്നവർക്കും വ്യാപാരി വ്യവസായികൾക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്ഥാപനങ്ങൾ ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഏറ്റവും പറ്റിയ സുവർണാവസരം തന്നെയാവും ഈ 4 മാസക്കാലം. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു വ്യാഴവട്ടകാലമായ 12 വർഷത്തിൽ ഒരിക്കൽ ധനം കുന്നുകൂടുന്നതിന്, കർമ്മം അത്യുന്നതങ്ങളിൽ എത്തുന്നതിനുമുള്ള കനകാവസരമാണ് വരുന്ന ഒരു വർഷം. ഒരു സുപ്രധാന അറിയിപ്പ്. അസ്ട്രോഫ്ലവർ ചാനൽ ഒരു പുതിയ സംരംഭം ചിങ്ങമാസം ആദ്യം മുതൽ ആരംഭിച്ചിരിക്കുന്ന വിവരം സസന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. വൈവാഹിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്കായി അനേകം പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് അസ്ട്രോഫ്ലവർ മെട്രിമോണി പ്രവർത്തനം ആരംഭിച്ചു. രജിസ്ട്രേഷനും നടന്നുവരുന്നു. ആദ്യ സെക്ഷനിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട യുവതീ യുവാക്കളുടെ രജിസ്ട്രേഷനാണ് തുടങ്ങിയിട്ടുള്ളത്. മറ്റു സമുദായക്കാരുടെയും 3 മാസത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഒക്ടോബർ 31 മുൻപ് രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് ജാതകം പരസ്പരം പരിശോധിച്ച് പൊരുത്തം, കൃത്യമായ പാപ സാമ്യ ചിന്തന, സന്താനയോഗം, ആയുർഭാവം, പുനർവിവാഹ സാധ്യതകളുണ്ടോ, വൈവാഹിക ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ വിട്ടുവീഴ്ചയില്ലാതെ ഈ കാര്യങ്ങൾ പരിശോധിച്ച് PDF ഫയലായി നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് അയച്ചു തരുന്നതാണ്. ആദ്യത്തെ 10 കേസുകൾക്കാണ് ഈ ആനുകൂല്യം. ഇത് തികച്ചും സൗജന്യമാണ്. പലരുടെയും അഭ്യർത്ഥന മാനിച്ച് ഒക്ടോബർ 31 വരെ പറഞ്ഞിരുന്ന ഈ പീരീഡ് നവംബർ 30 വരെ നീട്ടിയിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കട്ടെ. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കും പരസ്പരം ജാതകം മാച്ച് ചെയ്യുന്നവ മാത്രമേ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുകയുള്ളൂ. ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. രജിസ്ട്രേഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 9495542616, അതായത് 9495542616. ഈ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ആക്ടിവേറ്റ് ചെയ്തും ഇന്ന് തന്നെ സഹകരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.